പരിശുദ്ധനായ ദൈവമേ, എഴുന്നേറ്റ് ഈ തിരുവചന ഭാഗങ്ങൾ വായിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. തിരുവചനത്തിൻ്റെ ആമേൻ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പരിശുദ്ധാത്മാവ് അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. ആലോചനയിൽ വലിയവനായ കർത്താവ് ഞങ്ങളുടെ മധ്യമുള്ളതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. കർത്താവ് അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ വിലപ്പെട്ടതായ ഈ പകൽക്കാലത്തിനായി നന്ദിയോട് സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ആയുസ്സിനെ ദൈർഘ്യമാക്കി നൽകിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവർ പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ആമേൻ വേർപാടിൻ്റെയൊക്കെയും ദുഃഖത്തിൽ കടന്നു പോകുന്ന അവസരങ്ങളിലെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയുസ്സും ആരോഗ്യവും അവസരവും നൽകി ആലയത്തിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ നൽകിയ ദൈവത്തിൻ്റെ ദയയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരനെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനം താങ്ക്സ് ഗിവിങ് ഫോർ ദ ഡെലിവറൻസ് ഫ്രം ഡെത്ത്. ദൈവത്തിന് സ്തോത്രം. മരണത്തിൽ നിന്നും വിടുവിച്ചതിന് ആമേൻ നന്ദി പറയുന്നതായ ഒരു സങ്കീർത്തന ഭാഗങ്ങളാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും അല്ലെങ്കിൽ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകി. യഹോവയുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഐ ലവ് ദ ലോർഡ് ബിക്കോസ് ഹി ഹേഴ്സ് മൈ വോയിസ് ആൻഡ് മൈ സപ്ലിക്കേഷൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആമേൻ യാചന കേൾക്കുന്നവനായ കർത്താവിന് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് പോൽക്കാലം കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. മാത്രമല്ല സങ്കീർത്തനക്കാരൻ പറയുന്ന അവൻ തൻ്റെ ചെവി എന്നിലേക്ക് എന്ത് ചെയ്യും ചായ്ച്ചുകൊണ്ട് ഞാൻ ജീവകാലം ഒക്കെയും ബിക്കോസ് ഹി ഹാസ് ഇൻക്ലൈൻഡ് ഹിസ് ഇയേഴ്സ് ടു മീ therefore I shall call upon him as long as I live. As long as amen hallelujah I live, we live to praise him and thank him. hallelujah. ഞാൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. hallelujah. Not only this sanctuary but also while we are working, while we are staying in our home, during that time we praise him and thank him. നാം ഏതൊരു സാഹചര്യങ്ങളിലും ജോലി രംഗങ്ങളിലാണെങ്കിലും നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോഴും ഒക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, മാത്രമല്ല ആലയത്തിൽ നാം ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകിയ ദൈവത്തിൻ്റെ ദയയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂന്നാം വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്ത് ചെയ്തു എന്നെ പിടിക്കുവാനിടയായി. ദ കോട്ട്സ് ഓഫ് ഡെത്ത് എൻകംപാസ്ഡ് മീ. ഹല്ലേലൂയ. മരണത്തിൻ്റെതായ കെണികൾ എന്നെ വലയം ചെയ്യുവാനിടയായി. മരണത്തിൻ്റെ കയറുകൾ നമ്മൾ വലയം ചെയ്യപ്പെട്ടതായ നിമിഷമുണ്ടായിരുന്നെന്നാണ് ആമേൻ എഴുതിയിരിക്കുന്നത്. ദ കോട്ട്സ് ഓഫ് ഡെത്ത് എൻകംപാസ്ഡ് മീ ആൻഡ് ദ ടെറേഴ്സ് ഓഫ് ഷിയർ. പ്രൈസ് ദി ലോർഡ്. പാതാളത്തിൻ്റെതായ ഭയാനത എന്നെ ഹല്ലേലൂയ പിടിക്കേണ്ടതായ നിമിഷങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. പാതാളത്തിൻ്റെതായ ആ വേദനകൾ, ഭയങ്കരമായ അവസ്ഥകൾ, അതിൻ്റേതായ ആ നിമിഷങ്ങളിൽ നിന്നെല്ലാം ദൈവത്തിന് സ്തോത്രം. നാം അറിഞ്ഞും അറിയാതെയും വിടുതൽ പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അറിഞ്ഞില്ല ആമേൻ സ്തോത്രം. മരണത്തിൻ്റെതായ ശക്തി പിടിക്കേണ്ടതായ നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, കർത്താവിനെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, മുഖാമുഖമായി കണ്ട് കർത്താവിന് സ്തുതി കരയേറ്റുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതേ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു കർത്തൃദാസനാണ് യോനായെ സംബന്ധിച്ച് എനിക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ അല്പസമയം കൂടെ ചിന്തിക്കുവാനുള്ളത്. യോന ദൈവത്തിൻ്റെതായ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ ആലോചന കേട്ട് മുമ്പോട്ട് പോകാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ദാസന് പ്രാരംഭ സമയങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്തോത്രം ദൈവം കൊടുത്തതായ കമ്മീഷൻസ്, ഹല്ലേലൂയ, ദി ഫസ്റ്റ് കമ്മീഷൻ ഓഫ് യോനായ്ക്ക് ലഭിച്ചതായ ആദ്യത്തെ ദൈവീയമായ നിയോഗങ്ങൾ അനുസരിച്ച് പ്രാരംഭത്തിൽ തനിക്ക് മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാമത്തെ ദ സെക്കൻഡ് കമ്മീഷൻ ഓഫ് ജോന, രണ്ടാമത്തെ ദൈവീയമായ നിയോഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുമ്പോട്ട് പോകാനിടയായത്. യോനയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവസരങ്ങളിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. 2-ാം അധ്യായത്തിൽ പറഞ്ഞത് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, പ്രാർത്ഥിക്കുന്ന ഒരു യോനയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ ചാപ്റ്റർ 1-ൽ യോന ഓടുന്നതായ ദൈവസന്നിധിയിൽ നിന്നും he left from the presence of the Lord. He flee from the presence of the Lord. ദൈവസന്നിധിയിൽ നിന്ന് താൻ പോകുന്നതായി കാണുവാൻ കഴിയും. 2-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിക്കുന്നതായ
ഒരു യോനയെ മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോന പ്രസംഗിക്കുന്നതായ ഒരു 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 പ്രവാചകനായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 4-ാം അധ്യായത്തിൽ താൻ ദൈവത്തിൽ നിന്നും കൂടുതൽ ലേൺ ചെയ്യുന്ന ഒരു അനുഭവങ്ങളുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻഡ് ഹി സെഡ് ഐ കോൾ ഔട്ട് മൈ ഡിസ്ട്രസ് ടു ദ ലോർഡ്. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് എന്ത് ചെയ്തു? അവൻ എനിക്ക് ഉത്തരമരളി. അതോടുള്ള ബന്ധത്തിലുള്ള വാക്യങ്ങളിൽ കീഴോട്ട് നമ്മൾ വായിക്കും, നീ എന്നെ സമുദ്രമധ്യ ആഴത്തിൽ എന്ത് ചെയ്തു? ഇട്ടുകളഞ്ഞു. പ്രവാഹങ്ങൾ എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരകളും എല്ലാം എൻ്റെ മീതെ എന്ത് ചെയ്തു? കടന്നുപോയി. കർത്താവിന് സ്തോത്രം. അതുതന്നെയാണ് നമ്മൾ വായിച്ചതായ മരണവാശങ്ങൾ എന്നെ ചുറ്റി എന്ത് ചെയ്തു? പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. വേദനയുടെയും പ്രയാസങ്ങളുടെയും രോഗത്തിൻ്റെയും അവസ്ഥകളിലൂടെ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കടന്നുപോയ സാഹചര്യങ്ങൾ കർത്താവിന് സ്തോത്രം. ആമേൻ, സ്തോത്രം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇതിൻ്റേതായ നിമിഷങ്ങളിൽ കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ യോനായുടെ അനുഭവങ്ങൾ പോലെ ഇല്ലെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ പലപ്പോഴും അനുഭവിക്കാനിടയായി. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലായിട്ട് കർത്താവിന് നന്ദിയോട് സ്തോത്രം, ഒരിടമുള്ളതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ എന്ത് ചെയ്യണമേ എന്ന് ഞാൻ യഹോവയോട് എന്ത് ചെയ്തു? വിളിച്ചപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരിടം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രയാസങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ തുറന്നു പറയാൻ പറ്റുന്ന ഇടം. പ്രൈസലോ. നമ്മുടെ രോഗത്തിൻ്റെ വിവരങ്ങളെല്ലാം ആൾക്കാരെല്ലാം അന്വേഷിച്ചറിയാറുണ്ടെങ്കിലും എത്ര പേര് പ്രാർത്ഥിക്കുന്നു, എത്ര പേർക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയുടെ വലങ്കരം തരുവാൻ എല്ലാവർക്കും സാധ്യമാകത്തില്ല. എന്നാൽ ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, ദ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. 46-ാം സങ്കീർത്തനത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയാണ്. യോനായുടെ ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം ദൈവികമായ നിയോഗം ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നീ പുറപ്പെട്ടു മഹാനഗരമായ നിനവയിലേക്ക് എന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ ഭാഗങ്ങളിൽ നമ്മൾ പല പ്രാവശ്യം ഭവനങ്ങളിൽ പോയിരുന്ന് വായിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിലായിട്ട് അനേകർ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ യഹോവയെക്കുറിച്ച് പറയാറുള്ളത്, യഹോവയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ മാത്രം ഒരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനൊന്നും നമുക്ക് ആൻസർ ചില അവസരങ്ങളിൽ പറയാനായിട്ട് ഉടനെ കിട്ടിയില്ലെന്നിരിക്കും. എന്നാൽ ഈ കഴിഞ്ഞ മിനിറ്റുകളിലായി ഈ വചനഭാഗങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെതായ നിസ്തുല്യമായ സ്നേഹം ഇസ്രയേലിന് മാത്രമല്ല ജാതീയ രാജ്യങ്ങളിലും ആ കർത്താവിൻ്റെ സ്നേഹമുണ്ടെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് തെളിയിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതിന് പ്രവചന ഭാഷ്യത്തിൽ വലുതായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും മറ്റ് പുസ്തകങ്ങളിലൊക്കെ നമുക്കറിയാം പ്രവചനമായിട്ട്. എന്നാൽ യോനായുടേതായ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളതായ ഇടപെടൽ ഇതിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യോന പ്രവചിച്ചതായ കാര്യങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെല്ലാം എഴുതിയ ഭാഗങ്ങളിൽ യോനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ യോനായുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എന്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്നും അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്നും ഹല്ലേലൂയ യാത്ര ചെയ്യുന്നതായ യോനായെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെതായ പ്ലാനുകളും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം സ്തോത്രം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ലേഖന ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും എല്ലാ വിളികളും ഉണ്ടായിരിക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഒരു വിളിയും ഇല്ലാത്തവർ കാണും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അഷ്വറൻസ് ഉണ്ടായിരിക്കണം, ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതായ ഒരു ബോധം. ആ വിളിച്ചവർക്ക് ദൈവം ഒരു ഡയറക്ഷൻ നൽകാറുണ്ട്, ഒരു ഗൈഡ് ലൈൻ നൽകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാവിഗേഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം അതിലൂടെ ഒരു ഡയറക്ഷൻസ് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ശരിയായ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുവാൻ തക്കോണം അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ വിളിച്ചതായ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമായ ഒരു സിസ്റ്റം നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ചിരിക്കുകയാണ്. ഒരു ഡെസ്റ്റിനേഷൻ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ യാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ആ ആലോചനയ്ക്ക് വിരുദ്ധമായി നാം എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന തകരാറ് മടങ്ങി വരാനുള്ളതായ ആഹ്വാനം ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും.
പരിശുദ്ധാത്മാവ് നമുക്ക് പിന്നിൽ നിന്നൊരു ശബ്ദം നമ്മെ കേൾപ്പിക്കുമെന്നാണ് പ്രവചന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ദൈവം തരുന്നതായ ഡയറക്ഷൻ വിട്ട് എക്സിറ്റ് എടുത്തതിന് ശേഷമായി നമ്മൾ ഏതെല്ലാം നിലകളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും എന്തെല്ലാം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കില്ല, മനുഷ്യർക്കും നമുക്കും പ്രസാദകരമായിരിക്കുമെന്നേ ഉള്ളൂ. ദൈവം പറയുന്നതായ റൈറ്റ് ട്രാക്കിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രവർത്തിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവം അനുകൂലമായിരിക്കുകയില്ല, ഫാമിലിക്കാരും അനുകൂലമല്ല, ആമേൻ, മറ്റ് കൂട്ടുവിശ്വാസികളും അനുകൂലമല്ലാതെ സകലതും പ്രതികൂലമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ റൈറ്റ് ട്രാക്ക് ഡയറക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പിന്നെ ആരാണ് പ്രതികൂലം? ആരെ എന്നാണ് ചോദിക്കുന്നത്. ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതയാത്രയിൽ. അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, 1-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും എന്താണ്? പൂർത്തിമാനുമായ യേശുവിനെ എന്ത് ചെയ്യുക? നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു പൂർത്തീകരിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യോനായെ സംബന്ധിച്ച് ഹല്ലേലൂയ, പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം താൻ നിനവിലേക്ക് പോകാതെ തർശീശിലേക്ക് യാത്ര ചെയ്യുവാനിടയായി. ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന ഇടങ്ങളിലായി ദൈവം പറയുന്നതായ ഡയറക്ഷൻ അനുസരിച്ച് നാം മുൻപോട്ട് നീങ്ങുവാൻ, സങ്കീർത്തനം 17 പറഞ്ഞിരിക്കുന്ന, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിലായിരുന്നു, എൻ്റെ കാല് തീയതിയില്ല, വഴിയതുമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി യാത്ര ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസികളാണ്, ആമേൻ, ക്രിസ്ത്യാനികളാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെതായ ആമേൻ ശിഷ്യന്മാരായി തീരുക എന്നുള്ളതാണ്. ഡിസൈപ്പിളായിരിക്കുകയാണ്. ഡിസൈപ്പിളായി തീരണമെങ്കിൽ നാം അതിന് വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവിനൊരു ദൂതുണ്ടായിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ എന്ത് ചെയ്യണം? വാസ്തവമായി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, അവർ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. കർത്താവിൽ കൂടെ പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ, നല്ല മെസ്സേജുകൾ കേൾക്കുവാനിടയായി. കർത്താവ് ഒരിക്കൽ നസ്രയത്തിൽ പള്ളിയിൽ പോയി പ്രസംഗിച്ചപ്പോൾ പള്ളിക്കാരെല്ലാവരും കൂടെ ഒരു മാർക്കിട്ടപ്പോൾ അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം എന്ത് ചെയ്തു? ആമേൻ, ആശ്ചര്യപ്പെടുവാനിടയായി. അതിന് കുഴപ്പമില്ല. ചിലർ ആശ്ചര്യപ്പെടാറുണ്ട്, ചിലർ കടന്നു വരാറുണ്ട്, പ്രൈസ് ചെയ്യാറുണ്ട്. എന്നാൽ ആ മെസ്സേജിൻ്റെ കൺക്ലൂഷനിൽ ഈ ആശ്ചര്യപ്പെട്ടവരെല്ലാവരും കൂടെ കർത്താവായ യേശുവിനെ തലകീഴായി മറിക്കുവാനായിട്ട് ആമേൻ തയ്യാറാകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ചില 1-2 എക്സാമ്പിൾസുകൾ പറഞ്ഞത് കൂടി വന്നിരുന്ന ജനത്തിന് എന്ത് ചെയ്തില്ല? പിടിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ എന്ത് ചെയ്യുക? ആമേൻ, നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിത്തീരും? എൻ്റെ ശിഷ്യന്മാരായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യോനാ സ്ലൈറ്റ് എക്സിറ്റ് എടുക്കുവാനിടയായി. തർശീശിലുള്ള യാത്രയിൽ ദൈവത്തിന് സ്തോത്രം. യഹോവ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ച് കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രതിസന്ധി നിറഞ്ഞതായ ഒരു പ്രയാസം ആ കപ്പലിൽ വരുവാനിടയായി. യോനായ്ക്ക് മാത്രമല്ല, ആ ഷിപ്പ് മുഴുവൻ തകരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നതായ അളവിൽ ആമേൻ സ്തോത്രം യോനായ്ക്ക് എത്തിച്ചേരുവാനായി കഴിഞ്ഞില്ല. അപ്പം മറുവശം നമുക്ക് ചോദിക്കാൻ കഴിയും, യോനായ അല്ലാതെ വേറെ ആളുകളെ ആമേൻ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയില്ലേ? കർത്താവിന് മറ്റ് യോനാമാരില്ലയോ? നല്ല മിടുമിടുക്കന്മാരായ, കർത്താവ് പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. എന്നാൽ ദൈവം ഈ പറയപ്പെട്ടതായ യോനായാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവം നമ്മെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകാം. മറ്റ് പകരക്കാരെയല്ല ദൈവം നോക്കുന്നത്, നമ്മെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് ആലയത്തിലേക്ക് കടന്ന അവസരങ്ങളിൽ ആമേൻ ഹല്ലേലൂയ, അനേക ആളുകൾ ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വന്നെങ്കിലും അവരോട് ആരോടും ഒരു മെസ്സേജ് ഇല്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു മെസ്സേജ് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ളതായ ശബ്ദം മറ്റാർക്കും ലഭിച്ചില്ല. യെശയ്യാവിന് ലഭിക്കുവാനിടയായി. ആമേൻ കേട്ട മാത്രയിൽ, ഓ ലോഡ്, ഹിയർ ആം മൈ ലോഡ്, ആമേൻ, അടിയനെ ഉപയോഗിക്കണമേ, ലോഡ് യൂസ് മീ ലോഡ്. ഇന്ന് പകൽക്കാലം ദൈവമേ എന്നെ ഉപയോഗിക്കണമേ. യോനായിക്ക് സർട്ടൻ ടൈമിൽ എക്സിറ്റ് എടുത്ത് മാറുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ആമേൻ ദൈവമക്കളായ നമുക്ക് കർത്താവെ എന്നെ ഉപയോഗിക്കണമേ. ഒരുപക്ഷെ നമുക്ക് ചെറിയ ചെറിയ ശുശ്രൂഷകളായിരിക്കാം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷകൾ ദൈവസഭയ്ക്കും ദൈവത്തിനും പ്രയോജനകരമായി തീരുവാൻ, ഞാൻ ഉപയോഗിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വാസ്തവമായി ചിന്തിക്കുക. നമ്മുടെ സമയം എപ്പോഴാണ് തീരുന്നതെന്ന് അറിയാനൊക്കെയില്ല.
നമുക്ക് എത്ര കോടി ഡോളറുകൾ നമുക്കുണ്ടെങ്കിലും, എത്ര കോടി നാട്ടിലെ രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ബിസിനസ്സുകളുണ്ടെന്ന് പറഞ്ഞാലും, പ്രിയമുള്ളവരെ, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇട്ടതിന് ശേഷമായി നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ പോകേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന് സ്തോത്രം, നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതായ സമയമാണ്. അതുകൊണ്ട് ആ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം എന്ത് ചെയ്യുക? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇത് ദുഷ്കാലമാകിയാൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇത് രോഗത്തിൻ്റെ കാലമാണെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക, രോഗം വരുന്നതിന് മുമ്പ്. സ്തോത്രം. ഈ നമ്മുടെ കണ്ണടകൾ ഉപയോഗിക്കുന്നതിന് വെക്കുന്നതിന് മുമ്പായി നമുക്ക് വളരെ ക്ലിയറായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. നല്ല സമയമാണ്. കണ്ണട വെച്ചതിന് ശേഷമായി വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ കണ്ണിന് പ്രയാസമാണ്, അതുകൊണ്ട് വായിക്കാൻ ഒക്കെയല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കാഴ്ചയുള്ളതായ സമയങ്ങളിൽ സ്തോത്രം നന്നായി വായിച്ച് മനസ്സിലാക്കി സ്ഥിരപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മരണത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യുക? നിൻ്റെ ദൈവത്തെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗോഡ്. നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ എന്ത് ചെയ്യുക? നാം ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. മാത്രമല്ല, ഹല്ലേലൂയ, പ്രിപ്പറേഷൻ ഫോർ ബ്ലെസ്സിങ്സ്, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ യോന മുൻപോട്ട് പോയ യാത്ര ചെയ്ത ഷിപ്പ് പോലും എടുത്ത് മറിക്കുന്നതായ സന്ദർഭങ്ങളുണ്ടായി. മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒടുവിൽ യോനായെ പിടിച്ച് വെള്ളത്തിൽ ഇടുവാനിടയായി. അവിടെ കിടന്ന് താൻ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനാ വാചകമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാനിടയത്. 2-ാം അധ്യായത്തിൽ താൻ പറയുന്നത് എന്താണ്? യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ തൻ്റെ ദൈവമായ യഹോവയോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. സോ ഐ കോൾ ഔട്ട് മൈ ഡിസ്ട്രസ് ടു ദ ലോർഡ് ആൻഡ് ഹി ആൻസർ മീ. ഐ ക്രൈഡ് ഫോർ ഹെൽപ്പ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഷിയോൾ. യു ഹേർഡ് മൈ വോയിസ്. എൻ്റെതായ ശബ്ദം കേൾക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടതായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനായി കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാനും ഉള്ളതായ സമയങ്ങൾ തരുമ്പോൾ നമുക്കതിനുള്ളതായ സമയങ്ങൾ ലഭിക്കാറില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി സുഖമായി ഉറങ്ങിയെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തനിക്കൊരു ഒരു ട്രാൻസ്ഫർ കൊടുക്കുകയാണ്. ഷിപ്പിൽ നിന്ന് നേരെ വെള്ളത്തിലേക്കുള്ളതായ ഒരു ട്രാൻസ്ഫർ കൊടുക്കുവാനിടയായി. കർത്താവിൻ്റെ വചനവുമായി, ദൈവവചനവുമായി പ്രസംഗിക്കേണ്ടതായ ആ ദൈവത്തിൻ്റെ ദാസന് ഇപ്പോൾ എന്താ സംഭവിക്കാനിടയായി? മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ ആയുസ്സും ആരോഗ്യവും അവസരവും ദൈവം തരുന്നതായ സമയങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്കായി ചുമൽ കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപ നൽകേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സഭായോഗങ്ങളിലൊക്കെ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും നമുക്ക് ഒരുമിച്ച് ദൈവം ഇന്ന് പകൽക്കാലം ദൈവം കൃപ നൽകിയ ദൈവത്തിൻ്റെ ദയയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നമ്മുടെ ആയുസ്സിനെ ദൈവം ദൈർഘ്യമാക്കി നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച നമ്മളിവിടെ കാണുമോ എന്ന് സംശയിക്കുന്നു. അതിനു മുമ്പായി കർത്താവ് വരുന്നുവെങ്കിൽ കർത്താവിന് സ്തോത്രം, നാം നിത്യതയിലേക്ക് എടുക്കപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ദൈവസന്നിധിയിൽ നാം ഒരുക്കത്തോടു കൂടിയായിരിക്കുന്നു എന്നുള്ള കാര്യം നാം എല്ലാവരും ഇൻഡിവിജ്വലായി ദൈവസന്നിധിയിൽ ഒരു ഹല്ലേലൂയ ഒരു പ്രതിഷ്ഠ എടുത്തുകൊണ്ട്, തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കർത്താവ് കൃപ വരുമാറാകട്ടെ. അനേകായിരങ്ങൾ ഈ വചനങ്ങൾ കേട്ടവരാണെങ്കിലും അവർക്ക് ആ കാഹളം ഒരുപക്ഷെ കേൾക്കുവാൻ കഴിയാതെ ഒന്നിരിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരുക്കപ്പെട്ടതായ വിശുദ്ധന്മാർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയാകും. യോനായ്ക്ക് ദൈവികമായ സന്ദേശങ്ങൾ ലഭിച്ചു. നീ പോകേണ്ടതായ സ്ഥലം തർശീശിനല്ല, നീ നിനവിലേക്ക് യാത്ര ചെയ്യുവാനിടയായി. കർത്താവിന് സ്തോത്രം. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുവാനിടയായി. കർത്താവിൻ്റെ സ്തോത്രം. നീ നിനവിലേക്ക് പോകേണ്ടവനായിരുന്നു, എന്നാൽ നീ തർശീശിലേക്ക് യാത്ര ചെയ്യുവാനിടയായി. നീ യാത്ര ചെയ്ത ഷിപ്പിനും പ്രശ്നമായി. നീ യാത്ര ചെയ്ത ജനങ്ങളും കൂടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ പോലും ഭയപ്പെടുവാനിടയായി. അവർ പറയാനിടയായി. കർത്താവിന് സ്തോത്രം. അവരുടെ ദൈവങ്ങളെയെല്ലാം എന്ത് ചെയ്തു? അവർ കവണ്ടി ടൗൺഷിപ്പിലെ ദൈവങ്ങൾ, സ്റ്റേറ്റിലെ ദൈവങ്ങൾ, അവരുടെ നേഷ്യൻ ലെവലിലുള്ളതായ ദൈവങ്ങളെ എല്ലാവരും പിടിച്ചു നോക്കിയിട്ട് കപ്പൽ പിടിച്ചാൽ നിൽക്കാതെ വണ്ണമായി, കൺട്രോളില്ലാതായി. ക്യാപ്റ്റൻ വളരെ ശ്രമിച്ചു, കഴിവുള്ള ക്യാപ്റ്റനൊക്കെ ആയിരിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ യോന തന്നെ ഒരു സാക്ഷി പറയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. എന്താണ് സാക്ഷി പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സാക്ഷ്യം തന്നെ വിളിച്ച് തന്നെ വിസ്തരിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 1:9 വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹി സെഡ് ടു ഹിം, ഐ ആം എ ഹീബ്രു. ഞാനൊരു എബ്രായനാണ്. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കാനിടയായത്? ദെൻ ദ മാൻ ബിക്കം എക്സ്ട്രീംലി ഫ്രൈറ്റൻഡ്. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ
അവിടെയുള്ളതായ ഷിപ്പിലുള്ള ആളുകളെല്ലാവരും കൂടി എന്ത് ചെയ്തു? പിന്നെയും ഭയപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. തിരകളാലും കാറ്റുകളാലും ഷിപ്പ് തകരുമെന്നുള്ള സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഈ സാക്ഷ്യം കൂടെ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. അതിന് അവൻ അവരോട്, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയമായ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവരോട് അറിയിച്ചിരുന്നതുകൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആമേൻ, ആരാധിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് കേട്ടതായ പുരുഷന്മാരെല്ലാവരും കൂടെ ഭയപ്പെടുവാനിടയായി തീർന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാ ദൈവങ്ങളെയും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ആമേൻ. എബ്രായരുടെ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനിടയായത്. ആമേൻ സ്തോത്രം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി. അതുമാത്രമല്ല, കർത്താവിന് സ്തോത്രം, കടലും പിന്നെ കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയായി. അത്രയും ചെറിയൊരു ടെസ്റ്റ് മണി പറഞ്ഞതേ ഉള്ളൂ. ആളുകൾ ഭയപ്പെടുവാനിടയായി. പിന്മാറിപ്പോകുന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഇവൻ്റെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആമേൻ ഷിപ്പിലുള്ള ആളുകളെല്ലാം ഭയപ്പെടുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്മാറാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധന്മാരായ നമുക്ക്, ഹല്ലേലൂയ, കർത്താവിനോട് അടുത്തിരിപ്പാൻ, ആമേൻ, ദൈവത്തോട് അടുത്തിരിപ്പീൻ. എന്നാൽ അവൻ നിങ്ങളോട് എന്ത് ചെയ്യും? അടുത്തു വരുവാൻ തക്കോണം അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരായ നമുക്ക് കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കുറേനക്കാരനായ ആമേൻ ശിമോനെ എന്ത് ചെയ്തു? ക്രൂശ് ചുമക്കാൻ എന്ത് ചെയ്തു? നിർബന്ധിക്കുവാനിടയായി. ഒട്ടും താൻ ആഗ്രഹിച്ചതല്ല ആമേൻ ക്രൂശ് ചുമക്കണമെന്ന്. എന്നാൽ നിർബന്ധിക്കാതെ തന്നെ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്ന വിശുദ്ധന്മാരായ നമുക്ക് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവരുടേതായ തലമുറകളെല്ലാം കർത്താവിൽ എന്ത് ചെയ്തു? പ്രസിദ്ധരായി തീർന്നുവെങ്കിൽ നിർബന്ധിക്കാതെ, ഹിയർ ആം മൈ ലോർഡ്, കർത്താവെ എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ആമേ സഹായിക്കണമേ, ഞങ്ങളുടെ വിശ്വാസികളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ആമേൻ നിർബന്ധത്താലല്ലാതെ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സമ്പൂർണ്ണമായ സമർപ്പണത്തോടെ ക്രൂശ് ചുമന്നുകൊണ്ട് ആമേൻ കാൽച്ചുവടുകളെ പിൻപറ്റി യാത്ര ചെയ്യുന്ന വിശുദ്ധന്മാരായ നമുക്ക് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിക്കും. ഹല്ലേലൂയ. അതിന് സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യോനായിക്ക് ദൈവത്തിന് സ്തോത്രം പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ പോലും തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കപ്പലിലുള്ളവർ ഭയപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവൻ വെള്ളത്തിൽ കിടന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകമാണ് നമ്മൾ ഹല്ലേലൂയ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാനിടയായത്. മരണവാശങ്ങൾ എന്നെ ചുറ്റി. 116-ാം സങ്കീർത്തനം 16:3 മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ എന്ത് ചെയ്തു? പിടിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ മക്കൾ മാത്രം രക്ഷിക്കപ്പെടുകയല്ല. ദൈവത്തിന് സ്തോത്രം. നിനവേ എന്ന് പറഞ്ഞിരിക്കുന്ന ജാതീയ രാജ്യത്തിൽ പോലും ആമേൻ ദൈവമായ യഹോവ ആ രാജ്യക്കാരെ കൂടെ സ്നേഹിക്കുവാനിടയായി. അവരുടെ പാപം സ്വർഗത്തിലെത്തുന്നതായിട്ട് 2:1 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ ആമേൻ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് വിരോധമായി എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. സാധാരണ ഒരു പ്രസംഗമല്ല, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നിനവേ പോലുള്ളതായ പ്രസംഗം അതിന് വിരോധമായി എന്ത് ചെയ്യണം? പ്രസംഗിക്കേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? എത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ നിന്നും ആമേൻ പുറപ്പെട്ട് യാത്ര ചെയ്യുന്നതായ യോനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. 2-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന യോനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. 3-ാം അധ്യായത്തിൽ പ്രസംഗിക്കുന്നതായ യോനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. 2-ാമതായി വീണ്ടും സെക്കൻഡ് കമ്മീഷൻ ആമീൻ ഹി റിസീവ്ഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും 2-ാമതായി ദൈവീയ നിയോഗം ലഭിക്കുവാനിടയായി. 3-ന്റെ 2-ാം വാക്യത്തിൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് എന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് എന്ത് ചെയ്യുക? So Jonah arose and went Nineveh according to the word of the Lord. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം നിനവയിലേക്ക് പോയി പ്രസംഗിക്കുവാനുള്ളതായ ദൈവിക നിയോഗം ലഭിക്കുവാനിടയായി. ആമേൻ. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കീഴോട്ടുള്ള വാക്യങ്ങളെല്ലാം വായിക്കുവാനായിട്ട് സമയങ്ങൾ എടുക്കുന്നില്ല. ആമേൻ സ്തോത്രം. യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് എന്ന്. എന്നാൽ നിനവ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോനാ നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴിയെന്ന്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിക്കുവാനിടയായി. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പീപ്പിൾ നിനവെ ബിലീവ്ഡ് ഇൻ ഗോഡ്. ദൈവത്തിന് സ്തോത്രം. പുറകോട്ട് പോയവനാണെങ്കിലും ദൈവനെ മടക്കിക്കൊണ്ട് എന്ത് ചെയ്തു?
വരുത്തുവാനിടയായി. അവൻ ദൈവവചനം പ്രസംഗിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും കാരണം കൊണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നെങ്കിൽ, പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ അളവിനനുസരിച്ച് കർത്താവ് എന്നെ ഉപയോഗിക്കുമാറാകണമേ. യോനാ ദൈവത്തിന് സ്തോത്രം മടങ്ങി വന്ന് കർത്താവിൻ്റെ വചനവുമായി പ്രസംഗിക്കുവാൻ നിനവയിൽ നിന്നുകൊണ്ട് ശക്തമായ ദൂത് സംസാരിക്കുവാനിടയായി. നിനവേക്കാർ ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. മാത്രമല്ല, വിശ്വസിച്ച് ഒരു ഉപവാസം എന്ത് ചെയ്തു? പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ എന്ത് ചെയ്തു? രട്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? The people of Nineveh believed in God and they called fast and put on the sackcloth from the greatest to the least of them. ആമേൻ. ഉന്നതൻ മുതൽ ചെറിയവൻ വരെ ദൈവത്തിന് സ്തോത്രം സാധാരണ ഡ്രസ്സുകളെല്ലാം എന്ത് ചെയ്തു? മാറ്റിയതിന് ശേഷമായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചാക്ക് പോലത്തെ ഉള്ളതായ വസ്ത്രങ്ങൾ, ആമീൻ സ്തോത്രം, കട്ടിയായിട്ടുള്ളത്, സാധാരണ ഡ്രസ്സ് മാറി. ആമീൻ. അവരെല്ലാവരും ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? കർത്താവിൽ വിശ്വസിച്ച് ആ മെസ്സേജ് കേട്ട മാത്രയിൽ അവരെന്ത് ചെയ്തു? വിശ്വസിക്കുവാനിടയായി. ഒരു ഉപവാസം പരസ്യം ചെയ്യുവാനിടയായി. വലിയവരും ചെറിയവരും ആരും മാറിയിട്ടില്ല. ആമീൻ സ്തോത്രം. മാത്രമല്ല, ഈ സംഭവങ്ങൾ അവർ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമായി 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് രട്ടുപുതച്ച് വെണ്ണീറിൽ എന്ത് ചെയ്തു? മറ്റുള്ളവരെല്ലാം രട്ടെടുത്തന്നേ ഉള്ളൂ, രാജാവ് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? വെണ്ണീറിലും കൂടെ ഇരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിനവയിലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുതേ, മേയ്ക്കുകയും വെള്ളം കുടിക്കരുതേ. ആമേൻ. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തരും താൻ്റെ ദുർമാർഗം താൻ്റെ കൈക്കുള്ള സാഹസം വിട്ട് മനം തിരിയുകയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രഹം വിട്ടുമാറിയിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. ഒരു വലിയ ഡെലിവറൻസ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ ജനങ്ങളും ആമേൻ വലിയവരും ചെറിയവരുമായ ആളുകൾ ഉപവസിക്കുവാൻ തുടങ്ങി. അത് കേട്ട് രാജാവും കൂടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വെണ്ണീറിലിരിക്കുവാനിടയായി തീർന്നു. മാത്രമല്ല, രാജാവ് മാത്രമല്ല, ആമേൻ മൃഗങ്ങളും ഉപവസിക്കുവാൻ തുടങ്ങി. അവരും ആഹാരം കഴിച്ചില്ല. ദൈവം അവർക്ക് വരുത്തുവാനൊരുങ്ങിയതായ ആ ശിക്ഷയിൽ നിന്നും മാറ്റം വരുത്തുവാനിടയായി. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവമായ യഹോവയെക്കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറയുമ്പോൾ അത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല എന്നും ഈ വചനത്തിലൂടെ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ആ വചനത്തിലൂടെ ഞാനും ധൈര്യം പ്രാപിക്കാനിടയായി. അനേകർ യഹോവയെക്കുറിച്ച് പറയുമ്പോൾ ഗോത്രദൈവമാണെന്ന് പറയുമ്പോൾ ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നിനവേ പട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജാതീയ രാജ്യമാണ്. അവിടെയുള്ള ജനങ്ങൾ ജാതീയ ആൾക്കാരാണ്. അവരാരും യഹൂദന്മാരല്ല. എന്നാൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു കൺസേണാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദൈവം തന്നെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇസ്രായേലിന് മാത്രമല്ല ജാതികളായ ആളുകളെയും സ്നേഹിച്ച ദൈവമാണ്. അതിനുവേണ്ടി ദൈവം യോനയെ എടുത്തുപയോഗിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതായ യോന, പിന്നീട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ യോന, 3-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ വചനം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായ യോന. അങ്ങനെ ഒരു വലിയൊരു ജനക്കൂട്ടം ഹല്ലേലൂയ ന്യായവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനിടയായി. ആ ഒരു പ്രാർത്ഥനാ ആശയമാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. എന്താണ്? മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. 116-ാം സങ്കീർത്തനത്തിൽ യഹോവ കൃപയും നീതിയുള്ളവൻ. നമ്മുടെ ദൈവം എങ്ങനെയാണ്? 5 ഗ്രേഷ്യസ് ഈസ് ദ ലോർഡ് ആൻഡ് റൈച്ചസ് യെസ് അവർ ഗോഡ് ഈസ് കമ്പാഷനേറ്റ്. നമ്മുടെ ദൈവം കൃപയും കരുണയുള്ളവനായ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. യഹൂദന്മാരോട് മാത്രമല്ല, ജാതികളോടും, അത് മാത്രമല്ല നമ്മോടും ദൈവം കരുണയുള്ളവനാണ്. ഇസ്രായേൽ പൗരരോട് യാതൊരു ബന്ധമില്ലാത്തവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പരദേശികളും ലോകത്തിൽ ദൈവമില്ലാത്തവരായ നമ്മെ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ക്രൂശിലെ മരണത്താൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനും
ആമേൻ അമ്പാപിതാവെ എന്ന് വിളിക്കുവാൻ സുപുത്രൻ്റെ ആത്മാവിനെ പ്രദാനം ചെയ്ത കാൽവരി സ്നേഹത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് നീങ്ങുവാൻ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഈ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇടോട്ടുള്ള എല്ലാ വചനങ്ങളും വായിപ്പാനായിട്ട് ഞാൻ സമയങ്ങൾ എടുക്കുന്നില്ല. 5-ാമത്തെ വാക്യം, യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ. ആമേൻ സ്തോത്രം. ആ ദൈവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കോണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തെ മാത്രം മുന്നിൽ കാണുവാൻ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഐ സെറ്റ് ദ ലോർഡ് ബിഫോർ മൈ ഐസ്. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ വെച്ചിരിക്കുന്നു. ദൈവത്തിന് അവനെൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം ഹല്ലേലൂയ കേൾക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയ എല്ലാ വിധങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് കർത്താവിന് മഹത്വം കരയേറ്റാം. കർത്താവിന് നന്ദിയോട് സ്തോത്രം. യോനാ ദൈവസന്നിധിയിൽ നിന്ന് ഓടിയെങ്കിലും കർത്താവിന് മടക്കി കൊണ്ടുവരുവാനിടയായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കർത്താവിന് സ്തോത്രം വീണ്ടും നിലവിലേക്ക് ചെന്ന് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാനിടയായി. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ സ്ഥലത്ത് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭൗതികമായ ധനങ്ങൾ സുവിശേഷത്തിനൊരു പങ്കാളിയായി തീരുവാൻ കർത്താവെ ഞങ്ങളുടെ ശരീരാത്മദേഹികളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സർവ്വവും യേശുനാഥനായി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ട എല്ലാ ദൂതുകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മരണപാശങ്ങൾ ചുറ്റിയതായ അനുഭവങ്ങൾ യോനായുടെ ജീവിതത്തിൽ വരുവാനിടയായി. എന്നാൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതിന് ശേഷമായി മടക്കി ദൈവത്തിന് സ്തോത്രം നിലവിൽ കൊണ്ടുവന്ന് ദൈവവചനം പ്രസംഗിക്കുവാനിടയായി. കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞ നാളുകളിലെ രോഗത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. മരണത്തിൻ്റെതായ പാശങ്ങൾ ഞങ്ങളെ ചുറ്റി വളഞ്ഞതായ നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ആയുസിനെ ആമേന്ന് എക്സ്റ്റെൻഡ് ചെയ്ത തന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. ഹിസ്കിയാവിൻ്റെ ആയുഷ്കാലം 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തതുപോലെ ഞങ്ങളുടെ ആയുഷ്കാലത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ പ്ലാനും പദ്ധതികളും ഞങ്ങളിലൂടെ നിർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, സഹോദരി സഹോദരന്മാർക്കായി, പ്രായമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം കർത്താവെ ഹല്ലേലൂയ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അവയെ പ്രമാണിച്ചുകൊണ്ട് ഏകരമായി ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും നിൻ്റെ ജനത്തിന്മേൽ പകരുമാറാകണം. കർത്താവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം.